എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ദുരന്തങ്ങൾ ഒരു തുടർകഥയായി തന്നെ മാറുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സെൻ്ററാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇതിനു മുമ്പും അവിടെ പലതും സംഭവിച്ചു. ആ സംഭവത്തിൻ്റെ പിന്നിൽ ആരോഗ്യമന്ത്രിയുടെ അന്വേഷണവും അത് ഇങ്ങനെ പ്രദർശനമായി നീണ്ടുപോകുന്നു. എനിവേ, ഇനിയെങ്കിലും ഈ ദുരന്തത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ മന്ത്രി പറഞ്ഞ ക്യാപ്റ്റൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഉലയാത്ത കപ്പലെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ ഉലഞ്ഞതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ക്യാപ്റ്റനുമായിട്ട് ഒന്ന് ഡിസ്കഷൻ ചെയ്ത് വേണ്ട ഒരു പ്രതികാരം കാണുക. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ. ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ കാരണം ഈ ദൂർത്തടിച്ച് കളയുന്ന ആ പൈസയുടെ ചെറിയൊരു ശതമാനം മാത്രം മതി. നല്ലൊരു സേഫ്റ്റി ടീമിനെ രൂപീകരിക്കുക. അതെല്ലാ മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും ആ ടീമിലെ 1-2 ആൾക്കാരെ 24 hours മോണിറ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനം രേഖപ്പെടുത്തുക. ഒരുപാട് അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഇന്ന് ലോകത്തിൽ അവൈലബിളാണ്. നമ്മുടെ ഈ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയുടെ സഹായത്തോടു കൂടി എന്തോ ദുരന്തമുണ്ടെങ്കിലും കണ്ടുപിടിക്കാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ബോഡികൾ ഇതിൻ്റെ സഹായത്തോടെയാണ് ഈവൻ ഈ സ്പേസ് ഷട്ടിലൊക്കെ എല്ലാം മൂവ് ചെയ്യുന്നത്. അതിനേക്കാളും എത്രയോ ലളിതമായ ഒരു കാര്യമാണ് അത്. കെൽട്രോൺ ഇങ്ങനെയൊക്കെ അവർക്ക് വിചാരിച്ചാൽ നടക്കും. ഇത് UPS ബാറ്ററിയിൽ നിന്നുണ്ടായ തകരാറെന്ന് പറഞ്ഞാൽ ഒന്നും അതിനൊരു ശരിക്കുള്ള വിവരം ഇതിനും കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും പാവം പിടിച്ചവരെ കൊല്ലാതിരിക്കുക. അവരുടെ കുടുംബത്തിന് നഷ്ടം വരുന്നത് മന്ത്രിക്കൊന്നും നികത്താൻ പറ്റില്ല. നിങ്ങൾ മാക്സിമം പോയാൽ ഒരു കമ്മീഷനെ വയ്ക്കും, ഒരു എൻക്വയറി ടീപ്പിനെ വയ്ക്കും, അതിങ്ങനെ കുറച്ച് പ്രദർശനം കാണിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ഈ മരണപ്പെട്ടവരുടെ വീടുകളിൽ എന്തെങ്കിലും കുറച്ച് കാശും കൊടുക്കും. അതുകൊണ്ട് തീർന്നോ? ഒരിക്കലും അത് തീരുന്നില്ല. അവരുടെ നഷ്ടം ആരെക്കൊണ്ടും പരിഹരിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വിളിച്ച് വരുത്താതിരിക്കാൻ ഒന്ന് അഡ്വാൻസായിട്ട് ആരോഗ്യമന്ത്രി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പ്രസ്താവനകളിൽ കൂടി മാത്രം ഈ ഭരണം നടത്താൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെന്നറിയാം. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ലൈനിലാണ് നിങ്ങളിപ്പോൾ കയറി പറ്റിയത്. നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മന്ത്രിയായിരുന്നല്ലോ ശൈലജ ടീച്ചർ. അവരും നിങ്ങളെപ്പോലെ തന്നെ വന്നതാണ്. പക്ഷേ അവരെക്കാളും കൂടുതൽ നിലവാരത്തിൽ നിങ്ങൾ വരുന്നതാണ്. കാരണം അവരെക്കാളും പ്രായം കുറവും പിന്നെ ഈ മനുഷ്യനായിട്ട് സമ്പർക്കപ്പെടുത്താനൊക്കെ വളരെ കഴിവ് കിട്ടിയ ഒരു മന്ത്രിയാണല്ലോ. അതുകൊണ്ട് ഈ കഴിവുകളെ ഇങ്ങനെ നിങ്ങൾ വഹിക്കുന്ന സെക്ഷന് വേണ്ടി ഉപയോഗിക്കുക. അത് ഇനിയെങ്കിലും ദുരന്തങ്ങൾ വരുത്തി വയ്ക്കാൻ കൂട്ടി നിൽക്കാതിരിക്കുക. മന്ത്രി ദയവ് ചെയ്ത് ഉടൻ തന്നെ ഇത് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അനായാസം ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സും അതിനുള്ള സാങ്കേതികവിദ്യയും ഉടൻ തന്നെ ഈ എല്ലാ മെഡിക്കൽ കോളേജിലൊക്കെ സ്ഥാപിക്കുകയും 24 hours അവിടെ ഒരു മോണിറ്ററിങ് ടീം ഉണ്ടാകണം. 24 hours അവർ എവരി 1 hour അവരുടെ സെൻസിറ്റീവ് ഏരിയകൾ, അതായത് ഓപ്പറേഷൻ തിയേറ്റർ, ICU, ദെൻ ഈ വെൻറ്റിലേറ്റർ റൂംസ്, ആ വാർഡുകളെല്ലാം ഇവരുടെ ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം. അത് വെറും 8 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കരുത്, 24 hours അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അടുത്ത തവണ നിങ്ങൾ ജയിക്കുകയോ തോക്കുകയോ എന്തായിക്കോട്ടെ, പക്ഷേ ഒരു മനുഷ്യന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു ഉപകാരം അവിടെ ചെയ്യുക ഹോസ്പിറ്റലിൽ. അല്ല ഈ ഫ്ലാഷ് വിസിറ്റും അവിടെ പോയി ഈ ഓട്ടോ പ്രദർശനമൊക്കെ നടത്തിക്കൊണ്ടൊന്നുമില്ല. പ്രായോഗികമായിട്ട് ചിന്തിക്കുക, പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. എപ്പോഴും ഒരു ഒബ്സർവേഷൻ ഉണ്ടാക്കണം, അതിനൊരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് 24 hours വർക്ക് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ തീ പിടിച്ചാലും, എവിടെയെങ്കിലും ഗ്യാസ് ലീക്ക് ആയിരുന്നാലും, എവിടെ ഓക്സിജൻ സിലിണ്ടറിന്
തകരാറ് സംഭവിച്ചാലും അതെല്ലാം മോണിറ്റർ ചെയ്യുന്നൊരു സംവിധാനമായിരിക്കണം. അത് ഒരു മെഡിക്കൽ കോളേജിലും ഒരു സംവിധാനത്തിലില്ല. കുഴപ്പങ്ങൾ വരുമ്പോൾ അപ്പോൾ ചാടിക്കൂടി കുറച്ച് ബഹളവും ഒച്ചപ്പാടും വയ്ക്കും, ഒരു കമ്മീഷനെ വയ്ക്കാൻ തീർന്നു, അതോടുകൂടി തീർന്നു. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകരുത്. ദയവ് ചെയ്ത മന്ത്രിക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ, നിങ്ങളുടെ കുടുംബത്തിലൊരാളെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കരയോ ചിരിക്കുമോ? പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് കരച്ചിലൊന്നും വരില്ല. കാരണം നിങ്ങൾ ഇതൊരു നിത്യ സംഭവമായി നിങ്ങൾക്ക് മാറിപ്പോയി. നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായില്ല മന്ത്രി എന്നുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഉണ്ടാകരുത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബിനിയും കൂടിയാണ്. സോ ദയവ് ചെയ്ത് ഈ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്ന സംവിധാനമായിരിക്കരുത് ഹോസ്പിറ്റലൊക്കെ വേണ്ടത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനും മരണഭയത്തിൽ കഴിയുന്നവരെ എങ്ങനെയായിരുന്നാലും സമാശ്വസിപ്പിക്കാനും അവരുടെ ജീവൻ വീണ്ടെടുക്കാനുമുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെയുള്ള അശ്രദ്ധകൾ മൂലം അപകട മരണങ്ങൾക്ക് വിധേയരാകുന്നത്. ഇത് തെറ്റാണ്, അത് മോശമായതാണ്. അതുകൊണ്ട് മന്ത്രി ദയവ് ചെയ്ത് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഒന്ന് ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധി തരണേ എന്ന്. നിങ്ങൾക്ക് വേറെ ആർക്കും ബുദ്ധി തരാൻ പറ്റില്ല. നിങ്ങൾ ബുദ്ധിമതിയായ ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോടും ഇതൊക്കെ എന്ത് ചെയ്യാമെന്നുള്ളത് ചോദിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും. കുഴപ്പമില്ല, ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഇങ്ങനെയുള്ള ഈ ദുരന്ത നിവാരണങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്താണെന്ന്. ഇപ്പം ഞാനൊക്കെ ഒരു പൊതുവായിട്ട് സംശയം, നിങ്ങൾ അതിനെ വലിയ കെയർ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എങ്ങനെ ഒന്ന് ചിന്തിക്കുക, നല്ലൊരു സേഫ്റ്റി ടീമിനെ രൂപീകരിക്കുക, 24 hours അവർക്കൊരു മോണിറ്ററിങ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാരുണ്ടാകുമ്പോൾ 8 മണി കഴിയുമ്പോൾ പൂട്ടിക്കൊണ്ട് പോകുന്നത്, അത് 8 മണിക്ക് ഡ്യൂട്ടി അയക്കുന്നത് 24 hour ഡ്യൂട്ടി ഉള്ളൊരു സംവിധാനമാണ് വേണ്ടതിനുള്ള എക്യുപ്മെൻസും. അതിനുള്ള എല്ലാ കാലിബർ ചെയ്യാനുള്ള സാങ്കേതികവിദ്യ കേരളത്തിൻ്റെ കെൽട്രോണെ കൊണ്ട് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100% ദേ ക്യാൻ ഡു ഇറ്റ് ഈസിലി. അതിന് വേണ്ട ആക്ഷൻ ഉടൻ തന്നെ എടുക്കാനുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രധാനപ്പെട്ട മന്ത്രി അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു എന്താ പറയുക, ലേസി ആയിട്ട് കാണരുത്. ഇന്ന് ഞായറാഴ്ചയാണ്, നിങ്ങളിന്ന് പള്ളിയിൽ പോയി കാണുമെന്ന് അറിയില്ല. പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി തരണേ, ബുദ്ധി തരണേ, തൻ്റെ ഇടം തരണേ എന്നൊക്കെ ദൈവത്തിനോട് പറയാം. നല്ല കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, നിങ്ങളൊരു മന്ത്രിയാണ്. നിങ്ങൾ മനുഷ്യൻ്റെ ജീവനെ രക്ഷപ്പെടുന്നത്, അതൊരു ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യം തേടി വരുന്നവരെ അവിടെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങളുടെ ഭരണ സമയത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.